നമസ്തേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷമിച്ചേക്കാം. പക്ഷേ ഇന്ത്യയിലെ ദേശസ്നേഹികൾ ക്ഷമിക്കില്ലെന്ന് ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയാകുകയാണ്. കലാപം, പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം, ഇന്ത്യൻ സൈന്യത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ, ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരായ ആക്രമണം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സാമൂഹ്യ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്താണ് ആ കുറിപ്പിൽ പറയുന്നത്? വിശദമായി നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ച പാറ്റകൾക്കെതിരെ അദ്ദേഹം ക്ഷമിച്ചാലും ഇന്ത്യയിലെ ദേശസ്നേഹികൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ജിതിൻ കെ ജേക്കബ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുകയാണ്. ആ കലാപത്തെ അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്നും അവർ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയാണെന്നും ഇന്ത്യൻ ആർമിയെ ആണെന്നും ജിതിൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ക്ഷമിക്കാൻ കഴിയില്ല. അവർ ലക്ഷ്യം വെച്ചതും ആക്രമിച്ചതും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയായിരുന്നു. അവർ ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അന്തരിച്ച അമ്മയെക്കുറിച്ചാണ്. അവിടെ നരേന്ദ്രമോദി എന്ന വ്യക്തി രണ്ടാമതാണ്. അവർ അവഹേളിക്കുകയും ലക്ഷ്യമിടുകയും ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്നത് മറക്കാനും ക്ഷമിക്കാനും കഴിയില്ല. അവർ മുദ്രാവാക്യം വിളിച്ചത് ഇന്ത്യൻ ആർമിക്കെതിരാണ്. എന്തിനാണ് ഇന്ത്യൻ ആർമിയെ ഇതിലേക്ക് വലിച്ചിഴച്ചത്? അവർ മുദ്രാവാക്യം വിളിച്ചത് ജയിലിൽ കിടക്കുന്ന തീവ്രവാദിയെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടാണ്. അവർ മുദ്രാവാക്യം വിളിച്ചത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. അവർ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടത്തിയ ലൈംഗിക ചേഷ്ടകൾ രാജ്യം മുഴുവൻ കണ്ടതാണ്. അവരിൽ 101 പേർ കൊലപാതക കേസിലും 62 പേർ കൊലപാതക ശ്രമക്കേസിലും 284 പേർ കവർച്ചാ കേസിലും 61 പേർ ബലാത്സംഗ കേസിലും 6 പേർ പോക്സോ കേസിലും 25 പേർ ലൈംഗികാതിക്രമ കേസിലും 229 പേർ ആയുധം കയ്യിൽ വെച്ച കേസിലും ഉൾപ്പെട്ടവരായിരുന്നു. 250ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവർ ആക്രമിച്ചു കൊലപ്പെടുത്താൻ അവർ ശ്രമിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് അവർ നശിപ്പിച്ചത്. വിദേശത്തു നിന്ന് പോലും ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ആളുകൾ എത്തിയെന്നത് മറക്കരുത്. വ്യക്തിപരമായ ക്ഷമ നൽകൽ ആകാം, പക്ഷേ രാജ്യമെന്ന നിലയിൽ ക്ഷമിക്കാൻ ആകില്ല. മുഹമ്മദ് ഘോറിയുടെ വിജയങ്ങളാണ് ഇന്ത്യയിൽ സ്ഥിരമായ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 1791 തരൈൻ ഒന്നാം യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്തിയിരുന്നു എങ്കിലും കൊല്ലാതെ വിട്ടു. 1792 തരൈൻ രണ്ടാം യുദ്ധത്തിൽ മുഹമ്മദ് ഘോറി തിരിച്ചുവന്ന് പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തി. ശത്രുക്കൾക്ക് അവസരം നൽകരുത്. അവരുടെ ഇരവാദവും മാപ്പുപറച്ചിലും കണ്ട് മനസ്സലിയരുത്. പൊട്ടൻഷ്യൽ തീവ്രവാദികൾ തന്നെയാണ് ഇവറ്റകൾ. ഇന്നല്ല എങ്കിൽ നാളെ ഇവറ്റകൾ പൊട്ടിത്തെറിക്കും എന്നുറപ്പ്. ഇത്തരം വിഷങ്ങൾക്കെതിരെ നടപടിയെടുക്കൽ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും വൈകുന്നതുകൊണ്ടാണ് ജനം നിയമം കയ്യിലെടുക്കുന്ന വാർത്തകൾ രാജ്യമെങ്ങും നിന്ന് കാണുന്നതും ഇവറ്റകളെ പൊതുനിരത്തിൽ തല്ലി ഓടിക്കുന്നതും. സ്വന്തം അമ്മയെക്കുറിച്ച് പോലും ഇത്രയും മോശമായി പറയുന്നവരോട് ക്ഷമിച്ചത് നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ക്ഷമിക്കില്ല, മറക്കില്ല. അതിപ്പോൾ തെരുവിലാണെങ്കിലും കോടതിയിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇരവാദം ഇറക്കിയുള്ള മെഴുകൾ തുടരട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ജന്തർ മന്ദറിലെ സമരത്തിനിടെ തന്നെയും മരിച്ചുപോയ അമ്മയും അധിക്ഷേപിച്ചവർക്ക് മാപ്പ് നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചത്. ആ വീഡിയോ ഇതാണ്. ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. हाय फ्रेंड्स, आज तो मन करता है बस आपसे ही बातें करूं। जंतर मंतर पर जो कुछ भी हुआ देश और दुनिया ने देखा है। कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली। किसी भी सभ्य समाज को शोभा न दे ऐसे शब्दों का प्रयोग किया गया। मुझे तो गालियां दी गई, मेरी स्वर्गीय माता को भी गालियां दी गई। न जाने कितना भद्दा स्वरूप था। लेकिन मैं आज बात करना चाहता हूं कि बचपन में गलतियां होती हैं और बचपन में गलतियों से सुधरने का अवसर भी होता है और यही तो बचपना है। और इसलिए मैं समाज के अंदर जो आक्रोश है उसको भली भांति समझ सकता हूं। एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती हैं। लेकिन समय है इन बच्चों को गले लगा करके राह दिखाने का। ये गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है। उनको सजा देना, अदालतों के चक्कर कटवाना, समाज में उनको प्रताड़ित करना,
इससे हम परिस्थितियां नहीं बदल पाएंगे। मैं उन्हें माफ करना चाहता हूं। समाज भी मेरी इस बात को स्वीकार करे, क्योंकि मेरे मन में एक ही भाव है। कभी कभी दांतों तले हमारी जीभ आ जाती है, खून निकल आता है, लेकिन हम दांत तोड़ते नहीं है, क्योंकि दांत भी हमारे हैं, जीभ भी हमारी है, बच्चे भी हमारे हैं। उन्हें राह दिखाना हमारा काम है। गुमराह को राह दिखाना कठिन होता है, लेकिन कठिन काम हमको करना है। और इसलिए आओ, मैं इन बच्चों को कहता हूं, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े, कुछ नया सीखें, गलतियों से भी सीखें, अपने सपनों को लेकर के चल पड़े। देश बहुत आगे बढ़ रहा है, आगे बढ़ने वाला है, और आपका भी आगे बढ़ना निश्चित हो, यही मेरा सपना है। मैं आपके लिए जीता हूं, आपके उज्जवल भविष्य के लिए खपता हूं। आओ, हम मिलकर के देश को आगे बढ़ाएं। बहुत बहुत धन्यवाद दोस्तों। बस आओ, गलतियों से सीखो, आगे बढ़ो। അധിക്ഷേപം ഒന്നിനും പരിഹാരമല്ലെന്നും കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പകരം സമൂഹം തിരുത്തണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപങ്ങളും കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണമായാണ് എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള ജിതിൻ കെ ജേക്കബ് തന്റെ കുറിപ്പിൽ വിലയിരുത്തുന്നത്. വ്യക്തിപരമായ ക്ഷമയും രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം രണ്ടായി കാണണമെന്നും നിയമപരമായ നടപടികൾ ശക്തമാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത്തരം സംഭവങ്ങളിൽ വ്യക്തിപരമായ ക്ഷമ മതിയോ, അതോ നിയമ നടപടികളാണ് നിർണായകമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം വാർത്താ വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.